വന്നു. ഞാനൊരു CPM-കാരനാണ്. ഇക്കാലം വരെ ഞാൻ വോട്ട് ചെയ്തത്, ഞാൻ പ്രവർത്തിച്ചത് CPM-ലാണ്. എന്റെ നേതാക്കൾ 10 വർഷം നമ്മുടെ കേരളം ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നു എന്ന് വാദിച്ചിരുന്ന ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ എന്തുകൊണ്ടാണ് പിന്നീടൊരു ഇലക്ഷനെ നേരിട്ട സമയത്ത് പരാജയപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്നാണ് പല സഖാക്കളും അതിന് വിശദീകരണം കൊടുത്തത്. എന്നാൽ അവരുടെ പോളിറ്റ് ബ്യൂറോ പോലും അത് പിണറായിയുടെ നിലപാട് ശരിയല്ല എന്ന് പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. അത് മറ്റൊരു വിഷയം. ഏതായാലും അവരെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അതാണ് അതിൻ്റെ ശരി. പിന്നെ എന്താണ് തോൽക്കാൻ കാരണമെന്ന് നമ്മളൊക്കെ എപ്പോഴും പറയുന്നുണ്ട് ജനദ്രോഹമാണെന്ന്. അത് ഒരു കൂട്ടത്തിൽപ്പെട്ട ആളിനെ അതുകൊണ്ട് സ്ഥിരീകരിച്ചാൽ ഉഷാറാവല്ലോ. എന്നാൽ അതിന് കാണാൻ അതുപോലെയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട റസാഖ് മാഷ്, ഞങ്ങളൊക്കെ ജയിലിലെത്തിയപ്പോ ഞങ്ങളോട് കൂടെ നിന്നുകൊണ്ട് ഒരു അനിയപ്പെ പോലെ ചേർത്ത് പിടിച്ച, ഒരു കുടുംബത്തിൽ അംഗമായി ഞങ്ങളെ ചേർത്ത് പിടിച്ച റസാഖ് മാഷ്, അതുപോലെ ഞങ്ങളെ ദുരന്തത്തിന് ആദ്യം പ്രതികരിച്ച മുൻ MLA MK മുനീർ സാഹിബ്, ജയിലിൽ കിടക്കുമ്പോ ആദ്യം ഞങ്ങളെ കാണാൻ വന്നത് നേരം വെളുത്ത് രാവിലെ 10 മണിക്ക് തലേന്ന് രാത്രി ഞങ്ങളെ കൊണ്ടുപോയി ജയിലടച്ചു. ആ ഇരുട്ടറയ്ക്കുള്ളിൽ നിന്ന് കണ്ണീരുമായി കരഞ്ഞിരുന്ന ഞങ്ങളെ പിറ്റേന്ന് രാവിലെ നേരത്തെ എത്തി ചേർത്ത് പിടിക്കാൻ തയ്യാറായ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട MK മുനീർ സാഹിബ് ഈ പ്രശ്നത്തിൽ ഒരുപാട് പ്രാവശ്യം ഈ നിയമസഭയിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അന്നത്തെ മന്ത്രിസഭ അവർ തീരുമാനിച്ചത് എന്തായിരുന്നു? ഈ കമ്പനിയെ സംരക്ഷിക്കാൻ വേണ്ടി, ഈ കോർപ്പറേറ്റ് മുതലാളിമാരെ സംരക്ഷിക്കാൻ വേണ്ടി ഇത് തീവ്രവാദ സമരമാണ്, ഇത് അക്രമമാണ്, അക്രമത്തെ അക്രമമായി തന്നെ കാണും എന്ന് സംസാരിച്ച മിസ്റ്റർ MP രാജേഷ്, കണ്ണീരടിഞ്ഞൊരു ജനതയായിരുന്നു ഞങ്ങൾക്ക് വേറെ ആരോടായിരുന്നു പറയാനുണ്ടായിരുന്നത്? മുഖ്യമന്ത്രിയോട് പറഞ്ഞു, പല നേതാക്കളോടും ഞങ്ങൾ പറഞ്ഞു. ഈ പ്രദേശത്തുള്ള എത്ര നേതാക്കളെടുത്ത് ഞങ്ങൾ വന്നു. ഞാനൊരു CPM-കാരനാണ്. ഇക്കാലം വരെ ഞാൻ വോട്ട് ചെയ്തത്, ഞാൻ പ്രവർത്തിച്ചത് CPM-ലാണ്. എന്റെ നേതാക്കളോട് ഞാൻ പറഞ്ഞു, മറ്റൊന്നിനും വേണ്ടിയല്ല, ഞാനൊരു അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളല്ല. കൂലിപ്പണിയെടുത്ത് ജീവിതം പോറ്റുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളിൽപ്പെട്ട ഒരാളാണ് ഞാൻ. എത്ര പ്രാവശ്യം സംഘപട്ടി നിങ്ങളോട് പറഞ്ഞു, ഒരു ഹെൽപ്പ്, ഒരു പരാതി കൊടുക്കാൻ നിങ്ങൾ തയ്യാറായോ? ഈ കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായോ? എന്നാൽ ഈ സഹകരിച്ച ഇന്ന് ഈ ജനതയെ തിരിച്ചറിഞ്ഞ നിയമസഭയിൽ കൃത്യമായി ഇത് അവതരിപ്പിച്ചുകൊണ്ട് ഇവർക്ക് കർശനമായി മറുപടി സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെതിരെ ഇപ്പോ ഈ ഒരു സ്റ്റോപ്പ് കൊടുക്കാൻ തീരുമാനപ്പെടുത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ സമരസമിതിയുടെ 1000